സിറം ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മളെ സ്കിന്നിന് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഇഷ്യൂ അല്ലെങ്കിൽ സ്കിൻ കൺസേണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രൈറ്റ്നസ്, പിമ്പിൾ മാർക്സ് പോകാനായിട്ട് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ മാറാൻ, അങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ എന്താണോ അതിന് വേണ്ടിയാണ് നമ്മൾ സിറംസ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ നമ്മൾ സിറം യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഒരു 1 മന്തിൽ കിട്ടേണ്ട റിസൾട്ട്സ് നമുക്ക് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു റിസൾട്ട്സ് കണ്ടു തുടങ്ങാം നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന ഒരുപാട് കോമൺ ആയിട്ടുണ്ടാകുന്ന മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമ്മൾ ആ ഒരു സിറംസ് തിരഞ്ഞെടുക്കാത്തതാണ്. പിന്നെ വരുന്നത് വെച്ചാൽ സിറംസ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക്. പിന്നെ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പാക്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടോ ഒരിക്കലും സിറംസ് യൂസ് ചെയ്യരുത്. നമ്മൾ ഏതൊരു സിറം എടുത്താലും നമ്മൾ പെർസെൻറ്റേജ് നോക്കുക. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അർഷിമിതി വ്ലോഗ്. ഇറ്റ്സ് മീ അർഷി. ഇപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട്. അപ്പോൾ കുറച്ച് ഫാമിലീസ് ഹോസ്പിറ്റലും കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടിട്ട് കഴിഞ്ഞ 2 വീഡിയോസ് നമ്മൾ സ്കിൻ കെയറിനെ പറ്റിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റിയും ടോണർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റിയാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിറംസ് ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ടുണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലുണ്ട്. സിറം ഉപയോഗിക്കുന്ന മിസ്റ്റേക്സിനെ പറ്റി അറിയുന്നതിന് മുൻപ് നമ്മൾ സിറം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. സിറം ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മളെ സ്കിന്നിന് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഇഷ്യൂ അല്ലെങ്കിൽ സ്കിൻ കൺസേണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സിറം യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രൈറ്റ്നസ്, പിമ്പിൾ മാർക്സ് പോകാനായിട്ട് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ മാറാൻ, അങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ എന്താണോ അതിന് വേണ്ടിയാണ് നമ്മൾ സിറംസ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് സിറംസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സിറംസും ക്രീംസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ സിറം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്രീം ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഫാസ്റ്ററായിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടാനായിട്ട് സഹായിക്കും. അതാണ് സിറംസ് കൊണ്ടുള്ള യൂസേജ്. സിറംസും ക്രീമും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ സിറം യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഒരു 1 മന്തിൽ കിട്ടേണ്ട റിസൾട്ട്സ് നമുക്ക് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു റിസൾട്ട്സ് കണ്ടു തുടങ്ങാം നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന ഒരുപാട് കോമൺ ആയിട്ടുണ്ടാകുന്ന മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമ്മൾ ആ ഒരു സിറംസ് തിരഞ്ഞെടുക്കാത്തതാണ്. സ്കിന്നിന് ഇപ്പോൾ ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ടു ഓയിലിയാണ്, അങ്ങനത്തെ സ്കിന്നൊക്കെ ആണെങ്കിൽ ഓരോന്നിനും ഓരോ ടൈപ്പ് സിറംസ് ആണ്. അപ്പോൾ അതനുസരിച്ചുള്ള സിറംസ് യൂസ് ചെയ്യണം. ഇപ്പം ഉദാഹരണത്തിന് വൈറ്റമിൻ സി സിറം ആണെങ്കിൽ ഓയിലി സ്കിന്നിന് നല്ലതായിരിക്കും. ഭയങ്കര ഓയിലി ആണെങ്കിൽ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സിറംസ് യൂസ് ചെയ്യാം. അപ്പോൾ ഹൈലറോണിക് ആസിഡ് അടങ്ങിയുള്ള സിറംസ് ആണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ കൂടിയും ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഓരോ ടൈപ്പിലുള്ള സിറംസ് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ കോജിക് ആസിഡ് അങ്ങനത്തെ സിറംസ് ഉണ്ട്. അതൊക്കെ മൈൽഡ്. അപ്പോൾ നയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള സിറംസൊക്കെ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള സിറംസാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ എല്ലാ സ്കിൻ ടോണിനും പറ്റും. പക്ഷേ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ റെറ്റിനോൾ ഇതൊക്കെ സ്കിൻ ടൈപ്പ് അറിയാതെ യൂസ് ചെയ്ത് അത് സ്കിന്നിലോട്ട് കൂടുതൽ ഇറിറ്റേഷൻസേ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ വരുന്നത് വെച്ചാൽ സിറംസ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് ആണ്. സിറംസ് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണ്? ചിലർ ഭയങ്കര ലോ ആയിട്ട് അപ്ലൈ ചെയ്യും, ചിലർ ഭയങ്കര ഹൈ ആയിട്ട് റിസൾട്ട്സ് കിട്ടില്ല. പെട്ടെന്ന് റിസൾട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര ഹൈ എമൗണ്ട് ഓഫ് ലിക്വിഡ് എടുത്തിട്ട് നമ്മൾ സിറംസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ സ്കിന്നിന് കൂടുതൽ ഇറിറ്റേഷനേ ചെയ്യുള്ളൂ. കാരണം നമ്മൾ സ്കിന്നിൽ പെട്ടെന്ന് ഇത് അബ്സോർബ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ടുള്ള കെമിക്കൽസ് സ്കിന്നിലുണ്ടാകുന്ന ആ ഒരു pHനെയൊക്കെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യും ഈ ഓവർ യൂസേജ് കാരണം. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ടൂ മച്ച് ആയിട്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെ സിറംസ് ലോ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിന് വിചാരിച്ച റിസൾട്ട്സ് കിട്ടണമെന്നില്ല. അപ്പോൾ ഓരോ ഡ്രോപ്സ് വീതം ഓരോ സൈഡിലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. 2 ചിക്സിൽ, ചിന്നിൽ, ഫോർഹെഡിൽ, അങ്ങനെ ഓരോ ഡ്രോപ്സ് വീതമാണ് ഓരോ സൈഡിലായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പാക്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടോ ഒരിക്കലും സിറംസ് യൂസ് ചെയ്യരുത്. കാരണം നമ്മൾ സ്കിന്ന് ഹൈ ആയിട്ട് പോഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കണം ഈ ഒരു സമയത്ത്, പാക്ക് യൂസ് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്തായാലും. അപ്പോൾ ഈ നമ്മൾ സ്കിന്നിലോട്ട് സിറംസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നിൽ കൂടുതൽ ഇറിറ്റേഷനേ ചെയ്യത്തുള്ളൂ. അപ്പോൾ പാക്സ് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ടോ ഉടനെ പോയി സിറംസ് അപ്ലൈ ചെയ്യരുത്. അടുത്ത് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മസാജ് ചെയ്യുന്നതാണ്.
അപ്പോൾ സിറംസ് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും മസാജ് ചെയ്യരുത്. നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണം. ജസ്റ്റ് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അതേ ചെയ്യാവൂ. അല്ലാണ്ട് മസാജ് ചെയ്യാൻ പാടില്ല. മസാജ് ചെയ്യേണ്ട ആവശ്യം അതിനില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ സ്കിന്നിൽ അബ്സോർബ് ആയിക്കോളും. നമ്മൾ കുറച്ച് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി, സ്കിന്നിലോട്ട് അത് അബ്സോർബ് ആയിക്കോളും. പിന്നെ പറഞ്ഞ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പെർസെൻറ്റേജ്, നമ്മൾ ഏതൊരു സിറം എടുത്താലും നമ്മൾ പെർസെൻറ്റേജ് നോക്കുക. ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഏറ്റവും ലോയിലുള്ള പെർസെൻറ്റേജ് മുതലാണ് നമ്മൾ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹൈ ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്കിന്നിൽ അത് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ലോ ആയിട്ടുള്ള പെർസെൻറ്റേജിൽ നിന്നാണ് ബിഗിനർ ആയിട്ടുള്ളത് തുടങ്ങാനായിട്ട്. ലോ കോൺസെൻട്രേഷനിൽ തുടങ്ങിയിട്ട് വേണം നമ്മൾ ഹൈയിലോട്ട് പോകാനായിട്ട്. നമ്മൾ സ്കിൻ അതുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ സ്കിൻ അത് ഓവറായിട്ട് യൂസ് ചെയ്ത് തുടങ്ങാവൂ. പിന്നെയെന്ന് വെച്ചാൽ സിറംസ് യൂസ് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നാളെ യൂസ് ചെയ്ത് മറ്റന്നാൾ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്യും, അങ്ങനെയല്ല. ഡെയിലി നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ സ്കിന്നിന് നമ്മൾ എന്താണ് നമുക്ക് വേണ്ട ആ ഒരു കൺസേൺ മാറണമെന്നുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്കും ഒരു ദിവസമൊക്കെ ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ബ്രേക്ക് എടുക്കാം. അല്ലാണ്ട് ഓവറായിട്ട് ബ്രേക്ക് എടുത്ത് നമ്മുടെ സ്കിന്നിന് ആ ഒരു റിസൾട്ട്സ് പെട്ടെന്ന് കിട്ടാതായി. പിന്നെ ചെയ്യേണ്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക. ഒരു ദിവസമല്ല നമ്മൾ സ്കിന്നിന് എത്തി റെസ്റ്റ് കൊടുക്കുക, സിറംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ. കാരണം നമ്മൾ സിറംസ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മൾ സ്കിന്നിന് പെട്ടെന്ന് സെൻസിറ്റീവ് ആവും ഈ സിറംസ് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ട്. അപ്പം നിങ്ങൾ സിറംസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ സിറംസ് യൂസ് ചെയ്യുന്നതിൻ്റെ ബ്രേക്ക് എടുക്കുക. പിന്നെ അടുത്ത് പറഞ്ഞ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ്. ചില സിറംസ് നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോഴാണ് ചില സിറംസ് ഉപയോഗിക്കേണ്ടത്. ചില സിറംസ് നമ്മൾ സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴേ ഉപയോഗിക്കാവൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ആ സിറംസ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഏജ് കൺസേൺ ആണ്. ഏജ് കൺസേൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിറംസ് യൂസ് ചെയ്യുന്നതിൽ തന്നെ ഒരു വൈറ്റമിൻ സി സിറം ആണെങ്കിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ സ്കിന്നിന് ഇറിറ്റേഷൻ ഇല്ലാത്തവരാണെങ്കിൽ യൂസ് ചെയ്യുന്നതിലൊരു കുഴപ്പമില്ല. പക്ഷേ സിറംസ് യൂസ് ചെയ്യുന്നതിന് ബേസിക്കായിട്ട് മിനിമം എങ്കിലും നല്ല 20 ഇയർ എങ്കിലും കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അപ്പോഴേ നമ്മുടെ സ്കിന്ന് മെച്ചുവേർഡ് ആവത്തുള്ളൂ. അപ്പോൾ സിറംസ് അപ്ലൈ ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻസ് കൂടാതെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് 20 ഇയേഴ്സിന് ശേഷം അല്ലെങ്കിൽ 18 ഇയേഴ്സിന് ശേഷം മാത്രമേ നമ്മുടെ സ്കിന്നിലോട്ട് സിറംസ് അപ്ലൈ ചെയ്ത് തുടങ്ങാവൂ. നമ്മുടെ സ്കിന്ന് മെച്ചുവേർഡ് ആവുന്ന സമയം മുതലാണ് നമ്മൾ സ്കിന്ന് വീണ്ടും റിപ്പയർ ചെയ്യേണ്ടേ വരുന്നുള്ളൂ. അണ്ടർ 18 ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ സിറംസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഏറ്റവും പെർസെൻറ്റേജ് കുറഞ്ഞുള്ള അല്ലെങ്കിൽ 1% ഒക്കെ ഉള്ള ഏതെങ്കിലും നല്ല നയാസിനമൈഡോ അല്ലെങ്കിൽ വൈറ്റമിൻ സിയോ യൂസ് ചെയ്യാം. നിങ്ങൾ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഏത് സിറമായാലും യൂസ് ചെയ്യാനായിട്ട്. പിന്നെ വെച്ചാൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സംശയങ്ങളാണ്. ചില സിറംസ് നമുക്ക് മെയിൻലി സിറംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകും, അത് നോർമലാണ്. അല്ലാണ്ട് നമ്മൾ സ്കിന്നിന് കൂടുതലായിട്ട് ആ ഒരു ബേണിംഗ് സെൻസേഷൻ ഓവറായിട്ട് കഴിയുന്നത് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടും നമുക്ക് ആ ബേണിങ്സ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിറംസ് യൂസ് ചെയ്ത് നിർത്തുക. അല്ലെങ്കിൽ ഒരു 1 വീക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 3 days എങ്കിലും നമ്മളത് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബേണിംഗ് സെൻസേഷൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ എന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കാതിരിക്കുന്നതിന് അടുത്ത മിസ്റ്റേക്സ്. നമ്മൾ സിറംസ് ഉപയോഗിച്ചിട്ട് എന്തായാലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. സിറം എന്ന് പറയുമ്പോൾ നമ്മൾ സിറം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മേജർ എന്ന് പറഞ്ഞാൽ നമ്മൾ പിമ്പിൾസ് ആയാലും എന്തായാലും നമ്മളെ സ്കിന്നിലുള്ള ഓവറായിട്ടുള്ള ഓയിൽസിനെ അത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ അത് റഫായി പോകും, ചിലപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സിറം ഉപയോഗിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പക്ഷേ നിങ്ങൾ സിറം ഉപയോഗിച്ചാൽ എന്തായാലും മോയ്സ്ചറൈസർ ഉപയോഗിച്ചേ മതിയാകത്തുള്ളൂ. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങാനേ പാടില്ല. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസസ് ഞാൻ പറയുകയാണ്. എനിക്ക് സിറംസ് യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നൈറ്റാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ പകൽ നമുക്ക് എന്തായാലും വെയിൽ കൊള്ളും. നമ്മൾ സൺസ്ക്രീൻ ഇട്ടാലും എത്ര ഹൈ ആയിട്ടുള്ള സൺസ്ക്രീൻ ഇട്ടാലും നമ്മളെ സ്കിന്നിൽ അത് ബേൺ ചെയ്യത്തേ ഉള്ളൂ സണ്ണിൻ്റെ എക്സ്പോഷർ കൊണ്ട്. റിസൾട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റ് യൂസ് ചെയ്യുക, നൈറ്റ് മാത്രം സിറംസ് യൂസ് ചെയ്യുക. പിന്നെ സിറംസ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കരുത്. സൺസ്ക്രീൻ എപ്പോഴാണെങ്കിലും ഉപയോഗിക്കണം. നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അതിപ്പോൾ സിറം ഉപയോഗിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. സിറം ഉപയോഗിച്ചാൽ എന്തായാലും മോയ്സ്ചറൈസർ സൺസ്ക്രീനും മസ്റ്റാണ്. അത് രണ്ടും സ്കിപ്പ് ചെയ്യാനേ പാടില്ല.
നമുക്കിപ്പോൾ സിറം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നമുക്ക് അത്രയും കൺസേൺ ഇപ്പം പതുക്കെ മാറിയാൽ മതി, പതുക്കെ ആ ഒരു സ്കിൻ കൺസേൺ കുറഞ്ഞാൽ മതി എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് സിറംസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ മോയ്സ്ചറൈസറിൽ തന്നെ ഈ പറഞ്ഞ നമ്മൾ കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ളത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സിറംസ് യൂസ് ചെയ്യുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും മാക്സിമം സൺ എക്സ്പോഷർ കുറയ്ക്കാം. ഏറ്റവും നമ്മൾ സ്കിന്നിന് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺ എക്സ്പോഷർ കൊള്ളാതിരിക്കുക, നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, വെച്ചാൽ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, വാട്ടർ കണ്ടൻറ്റുള്ള ഫുഡ്സ് കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കെയർ ടിപ്സും ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കെയർ ബെനിഫിറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റിയാണ് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.